ഹലോ എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയൻ സ്കിൽ മൈഗ്രേഷനെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ലക്ഷക്കണക്കിന് വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ വളരെ മോശമില്ലാത്തൊരവസ്ഥ. ഏതായാലും പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടന്നാലോ. ആദ്യം ഒരു കഥയിൽ തുടങ്ങിയാലോ. വെറുതെ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണിത്. ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ആർക്കെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ, കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് ഒന്ന് എഴുതി അറിയിച്ചേക്കണേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ചുമട്ട് തൊഴിലാളി എന്നെ വഴിക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് കുശലാന്വേഷണം നടത്തുന്നതിനായി ചോദിച്ചു, കുട്ടാ നീ ഇപ്പോൾ എവിടെയാടാ? എൻ്റെ വീട് ടൗണിനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ടും ടൗണിലുള്ള കച്ചവടക്കാരും തൊഴിലാളികളും എല്ലാം എന്നെ ചെറുപ്പം മുതലേ അറിയുന്നതായതുകൊണ്ടും എന്നെ പലരും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ കക്ഷി ചോദിച്ചു, അവിടെ എന്താടാ നിനക്ക് ജോലി? ഈ കക്ഷിക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഒരു കമ്പനിയിലാണ്. എടാ, എനിക്കും കൂടി നിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങി തരുമോ? ഒരു ചുമടെടുക്കുന്ന ജോലിയാണെങ്കിലും മതി, എനിക്ക് വന്ന് ഓസ്ട്രേലിയയിൽ പോകാമല്ലോ എന്ന്. അത്തരത്തിൽ ആരെയും ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും കക്ഷിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയെ ഞാൻ കുറ്റം പറയില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോയാൽ തനിക്കറിയാവുന്ന കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഗൾഫിലെത്തിക്കും. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണമെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയയിലേക്ക് സ്വന്തം മാതാപിതാക്കളെ പോലും ഒരു വിസിറ്റിംഗ് വിസയിലെങ്കിലും കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരിക്കലെങ്കിലും അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാനോ ജോലിക്കായിട്ടോ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ നീണ്ട പ്രക്രിയകളാണ് കടന്നു കിട്ടേണ്ടത്. ഒരു മിനിമം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം ഉള്ളവർക്ക് പോലും തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. വർഷാവർഷം മാറി വരുന്ന സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ തങ്ങളുടെ പ്രൊഫഷനോ ട്രേഡോ ഉണ്ടായിരിക്കണം. അതാത് പ്രൊഫഷണലുകൾക്ക് തീരുമാനിച്ചിട്ടുള്ള ഏജൻസികളുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഓരോ വർഷത്തേക്കും മൈഗ്രേഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പോയിന്റുകൾ കരസ്ഥമാക്കണം. ഓരോ ട്രേഡിനും അഥവാ പ്രൊഫഷനും ആവശ്യമുള്ള ബാൻഡോ അല്ലെങ്കിൽ സ്കോർ അനുസരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. നിശ്ചിത വയസ്സിനുള്ളിലുള്ള പ്രായമായിരിക്കണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിലോ ഫീസ് അടച്ച് 1.5 വർഷമെങ്കിലും കാത്തിരിക്കുകയും വേണം. ഇത്രയൊക്കെ കടമ്പകൾ കടന്നിട്ടാണ് ആൾക്കാർ ഇവിടെ സ്കിൽ മൈഗ്രേഷൻ വഴി മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. ഇനി ഈ പറഞ്ഞ സ്കിൽ മൈഗ്രേഷൻ വഴി ഇവിടെ വരാൻ കഴിയാത്തവർക്കായിട്ടുള്ള മറ്റു ചില ഓപ്ഷനുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ സ്കിൽ മൈഗ്രേഷൻ തന്നെ ഒരു സെക്കൻഡറി ഓപ്ഷനായ സ്പോൺസേഡ് മൈഗ്രേഷൻ. ഏതെങ്കിലും ഒരു കമ്പനിയോ ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരാൻ പറ്റും. അത് ഈ പറയുന്നത്ര എളുപ്പമല്ലല്ലോ. ആദ്യം പറഞ്ഞ കമ്പനി സ്പോൺസർഷിപ്പിന് നമ്മളെപ്പറ്റിയോ നമ്മുടെ ജോലിയെ പറ്റിയോ കമ്പനിക്ക് നന്നായി അറിഞ്ഞിരിക്കണം. നമുക്ക് ഊഹിക്കാവുന്നതുപോലെ തന്നെ ഈ കമ്പനിയിൽ കുറച്ചാളെങ്കിലും ജോലി ചെയ്യാതെ നമ്മുടെ ജോലിയെ പറ്റിയോ നമ്മളെ പറ്റിയോ അവർക്ക് അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരാളെ ആരാണ് സ്പോൺസർ ചെയ്യുക? ആരും ചെയ്യില്ല. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലോ ഇവിടെ താൽക്കാലിക വിസകളിലോ ഇവിടെ വന്ന് താമസിച്ച് ഈ കമ്പനികളിൽ ജോലി ചെയ്ത് നമ്മളെ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ നമ്മെ സ്പോൺസർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞവർക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് സ്റ്റുഡൻറ്റ് വിസയിലോ താൽക്കാലിക വർക്ക് വിസയിലോ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക. കൃത്യമായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു താൽക്കാലിക വിസയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആ കമ്പനിക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്പോൺസേഡ് മൈഗ്രേഷൻ. ഈ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയുമായിട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട് തീരുന്നിടത്തോളം കാലം ആ കമ്പനിയിൽ നാം വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. ഇനി സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിനെ പറ്റി പറയാം. ഇതിൻ്റെ പ്രോസസ്സ് ഇവിടുത്തെ സ്കിൽ മൈഗ്രേഷൻ്റെ അതേ പ്രോസസ്സാണ്. ആകെയുള്ള വ്യത്യാസം അതാത് സ്റ്റേറ്റുകൾക്ക് ആവശ്യമുള്ള സ്കില്ലുകളും പ്രൊഫഷണലും ആവശ്യമുള്ളവരെ അവർ സ്പോൺസർ ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്ക് മൈഗ്രേഷൻ പ്രോസസ്സിൻ്റെ കൂടെ കിട്ടുന്ന പോയിന്റുകളുടെ കൂടെ കുറച്ചധികം പോയിന്റുകൾ ലഭിക്കുന്നു. ആ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് മൈഗ്രേറ്റ് ചെയ്തു വരാം. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിസയുടെ ആപ്ലിക്കേഷൻ പേജിൽ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ സ്കിൽ മൈഗ്രേഷൻ്റെ അതേ സ്റ്റെപ്പുകളാണ്. അറിയില്ലാത്തവർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഒന്ന് പോയി കണ്ടുകൊള്ളുക. അതിലുള്ള സ്റ്റെപ്പുകളെല്ലാം മനസ്സിലാക്കി അതുപോലെ പ്രൊസീഡ് ചെയ്യുക.
അടുത്ത വിസ ടൈപ്പാണ് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസ. ഈ ടൈപ്പ് വിസ ഇവിടെ നിലവിൽ വന്നിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. ഇത്തരം വിസകൾ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കമ്പനികൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ അല്ലെങ്കിൽ കമ്പനി സ്റ്റാഫിനെ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരം വിസ ഉപയോഗിച്ച് 2-3 വർഷത്തിലധികം ഇവിടെ താമസിക്കാൻ സാധിക്കില്ല. ഇത് വെറും ടെമ്പററി വിസ മാത്രമാണ്. ഇനി ഏറ്റവും അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി, അതായത് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു തരം വിസയാണ് സ്റ്റുഡൻറ്റ് വിസ. ഇന്ത്യ, ചൈന തുടങ്ങി ലോകത്തിലുള്ള ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ആയിട്ട് ആൾക്കാരോട് വരാറുണ്ട്. സ്കിൽ മൈഗ്രേഷന് പോലും എലിജിബിളായ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാമുള്ള ആളുകളെ പോലും അവരുടെ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് പല കാരണങ്ങളും പറഞ്ഞു പറ്റിച്ച് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വിസയും കൊടുത്ത് ഓസ്ട്രേലിയയിലേക്ക് കയറ്റിവിടുന്ന ഏജന്റുമാരുണ്ട്. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരിൽ നിന്ന് ലഭിക്കുന്ന ഭീമമായ കമ്മീഷൻ തന്നെയാണ്. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വരുന്ന വഴിയറിയില്ല. ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇവിടെ സ്റ്റേ ബാക്ക് കിട്ടുമെന്നോ ജോലി കിട്ടുമെന്നോ PR കിട്ടുമെന്നോ ഒക്കെ പറയാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജോലി സാധ്യതകളും വിസ കിട്ടുവാനുള്ള സാധ്യതകളും എല്ലാം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ജോലി സാധ്യതയും PR സാധ്യതയും എല്ലാമുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള പല സ്റ്റുഡൻസിനും അവരുടെ കോഴ്സുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ സാധ്യതകൾ ഇല്ലാതാവുകയും പുതിയ സാധ്യതകൾ തേടിപ്പോകാൻ നിർബന്ധിതരാവുകയും ചെയ്യുകയാണ്. അങ്ങനെ പലതവണ കോഴ്സുകൾ മാറി പഠിക്കേണ്ടി വന്ന സ്റ്റുഡൻസിനെ പലരെയും എനിക്കറിയാം. അതുകൊണ്ട് പഠിക്കാനായി ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞവ കൂടാതെ മറ്റൊരു തരം വിസയാണ് ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസനെയോ ഓസ്ട്രേലിയൻ റെസിഡൻറ്റിനെയോ കല്യാണം കഴിച്ചിട്ട് വരുന്ന സ്പൗസ് വിസ. ഇനി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ വഴിയും ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള വിസയെപ്പറ്റിയും അവയുടെ പ്രോസസ്സുകളെ പറ്റിയും എല്ലാം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊരു മൈഗ്രേഷൻ ഏജൻറ്റോ മൈഗ്രേഷനെ പറ്റി ഉപദേശം തരാൻ പറ്റിയ അറിവുള്ള ആളോ ഒന്നുമല്ല. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനുള്ള ഉത്തരങ്ങളും എനിക്കറിയില്ല. അതുകൊണ്ട് ദയവായി എന്നോട് സംശയങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. ഞാനീ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയുടെ താഴെ പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഗൂഗിൾ ചേച്ചിയോട് ചോദിച്ചിട്ട് തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇക്കാലത്ത് ടെക്നോളജിയുടെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലുമെല്ലാം എന്നെക്കാട്ടിലും ഒത്തിരി മുമ്പിലാണെന്ന് എനിക്കറിയാം. ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർക്ക് ഇത്തരം റിസർച്ചുകൾ നടത്താനുള്ള അറിവും കഴിവും എല്ലാം ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നാം കാണുന്നവരെല്ലാവർക്കും ബൈ.